സംസ്ഥാന ഘടകത്തിന്റെ അഭിപ്രായ ഭിന്നതകളൊന്നും കണക്കിലെടുക്കാതെ കുമ്മനം രാജശേഖരനെ തന്നെ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റാക്കാൻ അമിത് ഷാ തീരുമാനിച്ചു. ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. പ്രഖ്യാപനം നാളെ ഉണ്ടാകും. വിവരങ്ങളുമായി എം സന്തോഷ് തത്സമയം ടെലിഫോണിൽ ചേരുന്നു. സന്തോഷ്, വിവരങ്ങളിലേക്ക്. ലക്ഷ്മി, ഹിന്ദു ഐക്യവേദി നേതാവ് കുമ്മനം രാജശേഖരനെ തന്നെയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ദേശീയ നേതൃത്വം പ്രഥമ പരിഗണന നൽകിയിരുന്നതെങ്കിലും ദേശീയ ഇന്റലക്ച്വൽ സെൽ കൺവീനർ ആർ ബാലശങ്കറിനെ അധ്യക്ഷനാക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടതാണ് നേതൃത്വത്തെ ആശയക്കുഴപ്പത്തിലാക്കിയത്. കോർ കമ്മിറ്റി യോഗം ആരംഭിക്കുന്നതിന് മുൻപ് സമവായം തേടി ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി രാംലാലിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ദേശീയ ഇന്റലക്ച്വൽ സെൽ കൺവീനർ ആർ ബാലശങ്കറിനെ പരിഗണിക്കണമെന്ന ആവശ്യത്തെ സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരൻ, കേരള ഓർഗനൈസിംഗ് സെക്രട്ടറി ഉമാകാന്തൻ തുടങ്ങിയവർ ശക്തമായി എതിർത്തു. അഭിപ്രായ ഐക്യമില്ലാതെ അധ്യക്ഷനാകാൻ ഇല്ലെന്ന് ബാലശങ്കറും കുമ്മനവും നിലപാടെടുക്കുകയായിരുന്നു. തുടർന്ന് ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ നേതൃത്വത്തിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ കുമ്മനം രാജശേഖരനെ അധ്യക്ഷനാക്കാമെന്ന ധാരണ രൂപപ്പെടുകയായിരുന്നു. കുമ്മനത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ ഉൾപ്പെടുത്തി ഈ അധ്യക്ഷനായി ഔദ്യോഗിക പ്രഖ്യാപനം നാളെയോ മറ്റന്നാളോ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. SNDPയെ BJPയിലേക്ക് അടുപ്പിച്ചതുപോലെ NSS ഉൾപ്പെടെയുള്ള മറ്റ് സാമുദായിക സംഘടനകളെ കൂടി BJPയുമായി സഹകരിപ്പിക്കുക എന്നതായിരിക്കും കുമ്മനം രാജശേഖരന് ലഭിക്കുന്ന ആദ്യ ചുമതല. അതേസമയം ഹിന്ദു ഐക്യവേദി നേതാവായതുകൊണ്ടും തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ സ്വീകരിക്കുന്നത് കൊണ്ടും കുമ്മനത്തെ അധ്യക്ഷനാക്കുന്നത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടാകുമെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിച്ച ആശങ്ക. എന്നാൽ ഇതെല്ലാം തന്നെ മറികടന്നുകൊണ്ട് RSSന്റെ ശക്തമായ പിന്തുണയുള്ള കുമ്മനം രാജശേഖരനെ തന്നെ അധ്യക്ഷനാക്കാൻ ദേശീയ നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. രശ്മി, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. വെള്ളാപ്പള്ളി നടേശനെ വെള്ളപൂശി മുഖ്യമന്ത്രി. പ്രതിമാനാച്ഛാദന ചടങ്ങിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതിന് പിന്നിൽ വെള്ളാപ്പള്ളി നടേശനല്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കടുത്ത സമ്മർദ്ദം മൂലം പങ്കെടുക്കരുതെന്ന് വെള്ളാപ്പള്ളി അഭ്യർത്ഥിക്കുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഒരു വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശനെ വെള്ളപൂശി രംഗത്തെത്തിയിരിക്കുന്നത്. ആദ്യം പരിപാടിയിൽ അധ്യക്ഷനായി തന്നെ ക്ഷണിക്കുകയും വെള്ളാപ്പള്ളി കത്തയക്കുകയും ചെയ്തുവെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ പിന്നീട് കടുത്ത സമ്മർദ്ദം മൂലം തന്നെ ഒഴിവാക്കാൻ തീരുമാനിച്ചു. ഇക്കാര്യം മറ്റു ചിലർ മുഖാന്തരമാണ് തന്നെ അറിയിച്ചത്. തന്നെ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കുന്നു എന്ന കാര്യം നേരിട്ട് പറയണമെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വെള്ളാപ്പള്ളി ഫോണിൽ വിളിച്ച് ഇക്കാര്യം പറഞ്ഞു. താൻ പരിപാടിയിൽ പങ്കെടുത്താൽ അത് വെള്ളാപ്പള്ളിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് അറിയിച്ചത്. കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും ഒന്നടങ്കം വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടിൽ കടുത്ത അസംതൃപ്തിയിലാണെന്നിരിക്കെയാണ് മുഖ്യമന്ത്രി മറിച്ചൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയം. അതേസമയം പിന്നിൽ ആരെന്ന് വ്യക്തമായി പറയാനോ BJPയെയോ RSSനെയോ കുറ്റപ്പെടുത്താനോ മുഖ്യമന്ത്രി തയ്യാറായിട്ടുമില്ല. പിന്നിൽ BJP ആണെന്നാണ് സൂചന എന്ന് മാത്രമാണ് മുഖ്യമന്ത്രി അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. പരിപാടിയുടെ സംഘാടകൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിയെ ഒഴിവാക്കാനാവില്ലെന്ന നിലപാട് വെള്ളാപ്പള്ളി സ്വീകരിക്കാത്തതിലും മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ പരിഭവമില്ല എന്നതും വ്യക്തം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രതിമാ അനാച്ഛാദന വിവാദത്തിൽ പ്രതിഷേധമറിയിച്ച് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. വിവാദം ഒഴിവാക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടില്ലെന്ന കത്തിൽ വിമർശനമുണ്ട്. മുഖ്യമന്ത്രി വിട്ടുനിന്നത് സംഘാടകർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടാണെന്ന് KC ജോസഫ് പറഞ്ഞു. ദില്ലിയിലേക്ക് മടങ്ങാനായി ഇന്നലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയപ്പോഴാണ് കൊല്ലത്ത് R ശങ്കറിന്റെ പ്രതിമാനാച്ഛാദന ചടങ്ങിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതിലുള്ള പ്രതിഷേധം മുഖ്യമന്ത്രി രേഖാമൂലം പ്രധാനമന്ത്രിയെ അറിയിച്ചത്. കേരള ജനതയെ അവഹേളിക്കുന്നതിന് തുല്യമാണ് തന്നെ ഒഴിവാക്കിയ നടപടി. വിവാദങ്ങൾ ഒഴിവാക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരത്തെ തന്നെ ശ്രമിക്കേണ്ടതായിരുന്നു. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരുന്നുവെങ്കിൽ മോദി എങ്ങനെ പ്രതികരിക്കുമായിരുന്നുവെന്നും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് നൽകിയ കത്തിൽ ചോദിക്കുന്നുണ്ട്. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി R ശങ്കറിന്റെ പ്രതിമാനാച്ഛാദന ചടങ്ങിൽ പങ്കെടുക്കാനാവാത്തതിൽ ദുഃഖമുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. തന്റെ എല്ലാ പ്രതിഷേധവും ഈ വാചകത്തിൽ ഒതുക്കുകയാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം പ്രധാനമന്ത്രിയുടെ ഓഫീസ് കാട്ടിയ ജാഗ്രതയിൽ സംശയമുണ്ടെന്ന് മന്ത്രി KC ജോസഫ് പറഞ്ഞു. വിവാദത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള സാമാന്യ മര്യാദ പോലും പ്രധാനമന്ത്രി കാണിച്ചിട്ടില്ല. എന്നാൽ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ട് പിൻവലിച്ചതിലെ വസ്തുത പറയാൻ വെള്ളാപ്പള്ളി നടേശൻ തയ്യാറാകണമെന്നും KC ജോസഫ് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സംഘാടകർ തന്നെ ക്ഷണിച്ചതിന് ശേഷം മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ടതില്ല എന്ന് അറിയിച്ച സാഹചര്യത്തിലാണ് ചടങ്ങിൽ നിന്ന് മാറി നിൽക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അസൗകര്യം കൊണ്ടല്ല, മറിച്ച് സംഘാടകർ ആവർത്തിച്ച് ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി കൊല്ലം പരിപാടി റദ്ദാക്കിയത്. അതിനുശേഷം PMOയിൽ നിന്ന് പലതവണ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെടുകയുണ്ടായി. മുഖ്യമന്ത്രി കൊല്ലത്ത് പോകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അതിന് PMOയിൽ നിന്ന് കാണിച്ച ആ ജാഗ്രതയും തിരക്കും സംശയകരമാണ്. അതേസമയം പ്രധാനമന്ത്രി പങ്കെടുക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്ന പരിപാടിയിൽ മാത്രമേ സംസ്ഥാന സർക്കാർ നരേന്ദ്രമോദിയെ ക്ഷണിക്കുകയുള്ളൂവെന്നും മന്ത്രി KC ജോസഫ് കൂട്ടിച്ചേർത്തു.
സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രതിമാനാച്ഛാദന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി വിട്ടുനിന്നത് വെള്ളാപ്പള്ളി നടേശനുമായുള്ള ഒത്തുകളിയുടെ ഭാഗമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കേസുകൾ ഉണ്ടായിട്ടും വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണെന്നും കോടിയേരി തിരുവനന്തപുരത്ത് പറഞ്ഞു. മുഖ്യമന്ത്രി RSSന് വിധേയനായാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി നിയമസഭയിൽ R. ശങ്കറിനെ പ്രതിമാനാച്ഛാദന ചടങ്ങിൽ മുഖ്യമന്ത്രി ഒഴിവാക്കിയതിനെ സംബന്ധിച്ച് ഇന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ വായി തുറന്നത്. പക്ഷേ അങ്ങനെ തുറന്ന സന്ദർഭത്തിൽ RSSനെ കുറ്റപ്പെടുത്തി ഒരു വാചകം പോലും പറയാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തയ്യാറായിട്ടില്ല. അതിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശനും മുഖ്യമന്ത്രിയും നമ്മൾ നടത്തിയൊരു ഒത്തുകളിയായിരുന്നു എന്ന വസ്തുത പുറത്തു വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ RSS ആണ് ഇതിൻ്റെ പിന്നിലെന്ന് പറയാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തയ്യാറാവേണ്ടതായിരുന്നു. ഇപ്പോഴും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്വീകരിക്കുന്ന സമീപനം RSSനോട് മൃദു സമീപനമാണ്. RSSനെ കുറ്റപ്പെടുന്ന ഒരു വാക്കുപോലും സംസാരിക്കാത്ത മുഖ്യമന്ത്രിയാണ് മിസ്റ്റർ ഉമ്മൻചാണ്ടി. വെള്ളാപ്പള്ളി കടലാസപ്പുലിയെന്ന VS അച്യുതാനന്ദൻ. മോഡി അധികം വൈകാതെ അത് തിരിച്ചറിയുമെന്നും VS അച്യുതാനന്ദൻ പറഞ്ഞു. ശ്രീനാരായണീയരെ കാട്ടി BJPയിൽ നിന്നും മോദി ഗവൺമെന്റിൽ നിന്നും 4 പുത്തൻ തരപ്പെടുത്താമെന്ന് വെള്ളാപ്പള്ളി നടേശന്റെ ദുസ്വപ്ന ദിവാസ്വപ്ന നടക്കാൻ പോകുന്നില്ല. കാരണം നടേശൻ വെറും കടലാസുള്ളിയാണെന്ന് ഏറെ താമസിയാതെ മോദിക്കും കൂട്ടരും തിരിച്ചറിയുക തന്നെ ചെയ്യും. പണ്ട് 10,000 കോൺഗ്രസുകാരുമായി പോയ MK രാഘവൻ ഒടുവിൽ ബാർ ലൈസൻസ് കേസിൽ സുപ്രീം കോടതി വിധി ഈ മാസം 30-നകം പറയും. വിചാരണ നടപടികൾ ഉടൻ പൂർത്തിയാകും. ബാർ ലൈസൻസ് ഹർജി പരിഗണിച്ച ജഡ്ജി വിക്രംജിത്ത് സെൻ ആണ് ഇത് അറിയിച്ചത്. വിധി തയ്യാറായി കഴിഞ്ഞതായും വിക്രംജിത്ത് സെൻ പറഞ്ഞു. ശാശ്വതി കാനന്ദയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിശദമായി പരിശോധിക്കണമെന്ന് ഹൈക്കോടതി. ഇതിനായി പോസ്റ്റ്മോർട്ടം സമയത്ത് തയ്യാറാക്കിയ കുറിപ്പുകൾ ഹാജരാക്കാൻ ജസ്റ്റിസ് കമാൽ പാഷ നിർദ്ദേശിച്ചു. പോസ്റ്റ്മോർട്ടത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിനോടും കോടതി നിർദ്ദേശിച്ചു. ശാശ്വതി കാനന്ദയുടെ ദുരൂഹ മരണത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി. പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു. പെട്രോളിന് 30 പൈസയും ഡീസലിന് ₹1.17 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. വികസനത്തിന് പണം കണ്ടെത്തുന്നതിനായാണ് നികുതി വർദ്ധിപ്പിക്കുന്നതെന്ന് ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു. കേന്ദ്രത്തിനും സംസ്ഥാന സർക്കാരിനും എണ്ണ കമ്പനികൾക്കും ഗുണമുണ്ടാകും. രാജ്യാന്തര വിലയിടിവിനനുസരിച്ച് വില കുറയ്ക്കുന്നുണ്ടെന്ന് ജെയ്റ്റ്ലി പറഞ്ഞു. അതേസമയം വർധനവിൽ പ്രതിഷേധിച്ച് ഇടതുപക്ഷം രാജ്യസഭയിൽ നിന്നിറങ്ങിപ്പോയി. കൊച്ചി ഇരുമ്പനം BPCL പ്ലാന്റിലെ ടാങ്കർ ലോറി സമരം ഒത്തുതീർപ്പാക്കാൻ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന ചർച്ച പരാജയപ്പെട്ടു. സമരം തുടരുമെന്ന് ലോറി ഉടമകൾ അറിയിച്ചു. കമ്പനി മാനേജ്മെന്റ് വൻകിട പെട്രോൾ പമ്പ് ഉടമകളെ സഹായിക്കുന്നുവെന്നാരോപിച്ചാണ് ലോറി ഉടമകളും തൊഴിലാളികളും സമരം നടത്തുന്നത്. അതേസമയം പ്രശ്നപരിഹാരത്തിനായി നാളെ വീണ്ടും ചർച്ച നടക്കുന്നുണ്ട്. വിലക്കയറ്റത്തിനും അഴിമതിക്കുമെതിരെ ഈ മാസം 20 മുതൽ 23 വരെ LDF പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് കൺവീനർ വൈക്കം വിശ്വൻ. നിയോജക മണ്ഡലാടിസ്ഥാനത്തിലാണ് പ്രക്ഷോഭമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ബാർ സോളാർ കേസുകളിൽ ആരോപണ വിധേയരായ മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും രാജിവെക്കണമെന്നും LDF ആവശ്യപ്പെട്ടു. ഫാറൂഖ് കോളേജിൽ ലിംഗവിവേചനം ഉണ്ടായതായി സംസ്ഥാന യുവജന കമ്മീഷൻ. വ്യക്തിസ്വാതന്ത്ര്യം ഹനിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. വ്യക്തിസ്വാതന്ത്ര്യം ഹനിച്ചിട്ടുണ്ട് എന്ന് കണ്ടാൽ കർശന നടപടി സ്വീകരിക്കും. സംഭവവുമായി ബന്ധപ്പെട്ട സമഗ്ര റിപ്പോർട്ട് യുവജന കമ്മീഷൻ സർക്കാരിനുടൻ സമർപ്പിക്കും.